നമസ്കാരം. രാജ്യത്തെ ചരക്ക് സേവന നികുതി സ്ലാബുകൾ പുനഃക്രമീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വ്യക്തമാക്കിയത്. തത്വത്തിലുള്ള അനുമതിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയതെങ്കിലും സ്ലാബുകൾ പരിഷ്കരിക്കുന്നതിനുള്ള ശുപാർശ അടുത്ത GST കൗൺസിലിന് മുമ്പിലെത്തും. കൗൺസിലിലും സമവായമുണ്ടായാൽ 12% സ്ലാബ് ഇല്ലാതെയാകും. നിലവിൽ ഈ സ്ലാബിലുള്ള ഉൽപ്പന്നങ്ങളെ 5%, 18% എന്നിവയിലേക്ക് മാറ്റും. അതായത് നിലവിലുള്ള 12% GST സ്ലാബ് ഒഴിവാക്കി ഇതോടെ വസ്ത്രങ്ങൾ, ടൂത്ത്പേസ്റ്റ്, പാത്രങ്ങൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും. അതേസമയം ഈ മാറ്റം സംസ്ഥാന സർക്കാരുകൾക്ക് വരുമാന നഷ്ടമുണ്ടാക്കുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. നിലവിൽ 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ് GST സ്ലാബുകൾ. ഇതിൽ 12% സ്ലാബ് ഒഴിവാക്കിയാൽ 5%, 18% സ്ലാബുകളിലേക്ക് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ 12% സ്ലാബിൽ ഉൾപ്പെട്ടിരുന്ന ഉൽപ്പന്നങ്ങൾ 5% അല്ലെങ്കിൽ 18% സ്ലാബിലേക്ക് മാറും. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സ്ലാബ് പരിഷ്കരണം സംബന്ധിച്ച് അനുനയിപ്പിക്കാനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് ചർച്ചകൾ നടത്തുന്നതായും സൂചനകളുണ്ട്. നിരവധി വിഷയങ്ങൾ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ ഇടപെടൽ. സംസ്ഥാനങ്ങളുമായുള്ള ചർച്ചകൾക്ക് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രാലയവുമായി അമിത്ഷാ ചർച്ചകൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും 12% സ്ലാബ് ഒഴിവാക്കി ഉൽപ്പന്ന സേവനങ്ങളെ ഇങ്ങനെ മറ്റു സ്ലാബുകളിലേക്ക് മാറ്റുന്നത് വഴി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും സംയോജിത 70,000 കോടി മുതൽ 80,000 കോടി രൂപ വരെ വരുമാന നഷ്ടത്തിന് വഴിവെച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. എങ്കിലും സ്ലാബ് പരിഷ്കരണവുമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. നിലവിൽ 5%, 12%, 18%, 28% എന്നിങ്ങനെയുള്ള സ്ലാബുകളാണ് GSTയിലുള്ളത്. ഈ സ്ലാബുകൾക്ക് പുറത്ത് GST ഈടാക്കപ്പെടുന്ന വസ്തുക്കളുമുണ്ട്. ഉദാഹരണത്തിന് സ്വർണം GST 3% മാത്രമാണ്. വജ്രത്തിന് GST 0.25% ഉള്ളൂ. ഒരു രാജ്യം ഒരു വിപണി ഒറ്റ നികുതി എന്ന ലക്ഷ്യവുമായാണ് GST നടപ്പിലാക്കിയതെങ്കിലും പല സ്ലാബുകളും നികുതികളുമുള്ളത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ലാബ് പരിഷ്കരണത്തിനുള്ള കേന്ദ്ര നീക്കം. GST സ്ലാബ് പരിഷ്കരണം, 12% സ്ലാബ് ഒഴിവാക്കൽ എന്നിവയിന്മേൽ 2021 മുതൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ചർച്ച നടത്തുന്നുണ്ട്. GST കൗൺസിൽ പലവട്ടം ഇത് ചർച്ചയ്ക്കെടുക്കുകയും മന്ത്രിതല സമിതിയിൽ നിന്നും റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവയിൽ സമവായമായില്ല. നിലവിൽ സ്ലാബ് തൽക്കാലം 3ആയി ചുരുക്കാനുള്ള നീക്കമാണ് കേന്ദ്രം സജീവമായി മുന്നോട്ട് നീങ്ങുന്നത്. അമിത്ഷായുടെ ഇടപെടലും ഇതാണ് വ്യക്തമാക്കുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിന്മേലുള്ള GST സംബന്ധിച്ചും തർക്കമുണ്ട്. ഇതിന്റെ GST 18%-ൽ നിന്നും 5%-ലേക്ക് കുറയ്ക്കുകയോ GST ഒഴിവാക്കുകയോ വേണമെന്നാണ് ചില പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ GST കൗൺസിൽ യോഗങ്ങളിലും ഇത് ചർച്ചയായെങ്കിലും തീരുമാനത്തിലെത്താനായില്ല. ഓഗസ്റ്റിൽ ചേരുന്ന GST കൗൺസിലും ഇത് ചർച്ച ചെയ്തേക്കും.